പ്രചാരണങ്ങൾക്ക് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങൾ വിധിയെഴുതിയപ്പോൾ റെക്കോർഡ് പോളിംഗിലേക്കാണ് കേരളം കുതിച്ചത്. നിലവിലെ കണക്കുകൾ പ്രകാരം 30 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. പോളിംഗ് ശതമാനം 77.68 ഉയർന്നു. മുൻപ് 70% കടന്നത് 17 മണ്ഡലങ്ങളായിരുന്നെങ്കിൽ ഇത്തവണ എല്ലാ മണ്ഡലങ്ങളും 70% മുകളിലാണ്. എന്നാൽ 8 മണ്ഡലങ്ങളിൽ പോളിംഗ് 80% മുകളിലാണ്. കാസർഗോഡ്, കണ്ണൂർ, വടകര, വയനാട്, കോഴിക്കോട്, ആലത്തൂർ, ചാലക്കുടി, ആലപ്പുഴ എന്നീ മണ്ഡലങ്ങളാണ് പോളിംഗ് ശതമാനം 80 കടന്നത്. പോളിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ കണ്ണൂരിലാണ്, കുറവ് തിരുവനന്തപുരത്തും. രാവിലെ 7 മുതൽ പോളിംഗ് ബൂത്തുകളിൽ തുടങ്ങിയ തിരക്ക് പലയിടങ്ങളും രാത്രി വൈകിയും അനുഭവപ്പെട്ടു. ശക്തമായ ത്രികോണ പോരാട്ടം കണ്ട മണ്ഡലങ്ങളും പോളിംഗ് ശതമാനം കുത്തനെ ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 2014 കണക്കുകൾ പ്രകാരം 68.69 നിന്ന് ഇത്തവണ 73.37%. പത്തനംതിട്ടയിൽ 66.02 നിന്ന് 74.04 തൃശൂരിൽ 72.17 നിന്ന് 77.49 ഉയർന്നു. വയനാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമായ വയനാട്ടിൽ 73.29 നിന്ന് 80.31% പോളിംഗ് ഉയർന്നു. വോട്ടിംഗ് യന്ത്രങ്ങൾ പലയിടത്തും കേടായത് വോട്ടെടുപ്പ് വൈകാനും തർക്കങ്ങൾക്കും കാരണമായി. എന്നാൽ റീപോളിംഗ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇത്തവണ എല്ലാ ബൂത്തിലും VVPAT യന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നതും വോട്ടെടുപ്പിന് കൂടുതൽ സമയമെടുക്കാൻ കാരണമായി. Think beautiful with Aura Gold near Kalyan Silks, New Bus Stand, Kasaragod.